ഇസ്രയേലിൻ്റെ ദേശത്തേക്ക് തന്നെ തിരിച്ച് മടക്കിക്കൊണ്ടുവരുമെന്നൊക്കെ ദൈവം പണ്ട് തന്നെ പ്രവചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ഇസ്രയേലിൽ കാണുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ഈ സ്റ്റഡി എടുക്കുന്ന സമയത്ത് ഇസ്രയേലിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ പഠനം. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു യെഹെസ്കേൽ സ്റ്റഡി പരമ്പരയിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് യെഹെസ്കേൽ 36 അധ്യായത്തിൽ നിന്നാണ്. ബൈ ദ വേ, ഇതിനു മുമ്പുണ്ടായിരുന്ന ആ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സീരീസ് നമ്മുടെ യെഹെസ്കേൽ സ്റ്റഡി സീരീസിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഏതെങ്കിലും സെഷൻസ് നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ റെസ്പെക്റ്റീവ് സെഷൻസ് നിങ്ങളുടെ പഠനത്തിനായി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ യെഹെസ്കേൽ 36 അധ്യായത്തിൽ കാണുന്നത് ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ, ഇസ്രയേലിൻ്റെ ദേശത്തെ ദൈവം വീണ്ടും അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തവും അനുഗ്രഹവും. ആസ് യൂഷ്വൽ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഞാൻ ഈ സ്റ്റഡിയിൽ എടുത്തു പറയുന്നത്. നീയോ മനുഷ്യപുത്ര, ഇസ്രായേൽ പർവ്വതങ്ങളോട് പ്രവചിച്ചു പറയേണ്ടത്. ഇതിനു മുമ്പ് യെഹെസ്കേൽ 35 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ സേർ പർവ്വതത്തെ നോക്കിയാണ് യെഹെസ്കേലിനോട് പ്രവചിക്കാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഇസ്രായേൽ പർവ്വതങ്ങളോട് നോക്കിയാണ് പ്രവചിക്കേണ്ടത്. പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ശത്രു ഇസ്രായേലിനെ നന്നായി കളിയാക്കി. അവർ വിചാരിച്ചത് യഹൂദ ജനം പ്രവാസത്തിൽ പോയത് നിമിത്തം ഇസ്രായേലിൻ്റെ ദേശം അവർക്കങ്ങ് മോഷ്ടിച്ചെടുക്കാമെന്ന്. 3 വാക്യം, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആ ഇസ്രായേലിൻ്റെ ദേശത്തെ നശിപ്പിച്ചു, പട്ടണങ്ങളെ നശിപ്പിച്ചു, ദേവാലയം കരിച്ചു കളഞ്ഞു, അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി ആ ദേശത്തിൽ മനുഷ്യരും കന്നുകാലികളും ഒന്നുമില്ലാതാക്കി, നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ടും. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ അയൽപക്ക ജനം ശത്രുക്കളായിരിക്കെ അവർ ബീസ്റ്റ്സ് ഓഫ് പ്രേ, അതായത് ഒരു ഇരയുടെ മുകളിൽ ചാടി വീഴാൻ നോക്കുന്നത് പോലെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ്. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബാബിലോണിൻ്റെ രാജാവായ നെബൂഖദ്നേസർ എങ്ങനെയാണ് ഇസ്രായേലിനെ ഇത്രയും അധപതിച്ച ഒരു ലെവലിലേക്ക് എത്തിച്ചതെന്നും അങ്ങനെ അവർ ഈ ഇസ്രായേലിൻ്റെ ദേശം, അതായത് അയൽപക്ക മറ്റ് രാജ്യക്കാരും ഈ ഇസ്രായേലിൻ്റെ ദേശത്തിൽ നിന്ന് കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകാനും ആ ജനതയെ ഇല്ലാതാക്കുവാനും അവരും കൂടെ ആ ബാബിലോണിൻ്റെ കൂടെ ചേരുകയാണ്. വായാളികളുടെ അതരങ്ങളിൽ അകപ്പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുക കൊണ്ടും. ഇത് ബാബിലോണിൻ്റെ രാജാവായ നെബൂഖദ്നേസർ ആ ദേശത്ത് ഇട്ടേട്ട് പോയവരോ അല്ലെങ്കിൽ ആ ചുറ്റുപാടുമുള്ള ബാക്കിയുള്ള ജനതകൾ അവരെയും കേന്ദ്രീകരിച്ചാവാം. ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കുക കൊണ്ടും പ്രവാസത്തിൽ പോയ ഇസ്രായേല്യർ അവർ സകലരാലും നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അവരെ ഒരു ബൈവേർഡ് പോലെ സകലരും അവരെ നാണം കെടുത്തുന്ന രീതിയിലായിരുന്നു സംസാരം. 4 വാക്യം, യഹോവയായ കർത്താവിൻ്റെ വചനം കേൾപ്പിൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം ഇസ്രായേലിൻ്റെ ദേശത്തോട് തന്നെ സംസാരിക്കുക. ആ ദേശത്തെ ആയിരുന്നല്ലോ ചുറ്റുപാടുമുള്ളവർ പ്ലണ്ടർ ചെയ്ത് അല്ലെങ്കിൽ കൊള്ളയടിച്ചത്. അവരിൽ ഉൾപ്പെടും ടൈറിയൻസ്, അതായത് സോർ നിവാസികൾ, ഏദോമ്യർ, അമ്മോന്യർ, ഫിലിസ്തീരും. 5 വാക്യം, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എൻ്റെ തീക്ഷ്ണാഗ്നിയോടെ സംസാരിക്കും. ദൈവം ഏദോമിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വാക്ക് പറയുകയാണ്. അതുപോലെ തന്നെ മറ്റ് ദേശക്കാരും അവരെല്ലാം ആയിരുന്നല്ലോ ഇസ്രായേലിൻ്റെ ദേശത്തെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചവർ. അപ്പോൾ ദൈവം അവരോടെല്ലാം ശക്തമായിട്ട് പറയുകയാണ്. കാരണം അവർ ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ പദ്ധതിക്കും എതിരെയാണ് നിൽക്കുന്നത്. എപ്പോൾ? അവർ ഇസ്രായേലിൻ്റെ ദേശത്തെ കൊള്ളയടിക്കുവാൻ നോക്കിയപ്പോൾ. ഇനി 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് ഇസ്രായേൽ ദേശം അതിൻ്റെ നാണക്കേടിൽ നിന്ന് ദൈവം അതിനെ വിടുവിക്കുക. 6 വാക്യം, നീ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്.
അപ്പോൾ ദൈവം വീണ്ടും ഇസ്രായേലിൻ്റെ ദേശത്തോട് അരുളി ചെയ്യുക, ഞാൻ എൻ്റെ തീക്ഷ്ണതയോടും എൻ്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞല്ലോ, ദൈവം വളരെ ശക്തമായിട്ടുള്ളൊരു വാക്കാണ് ചുറ്റുപാടുമുള്ള അയൽപക്ക രാജ്യങ്ങൾ അല്ലെങ്കിൽ ദേശനിവാസികൾ, അവരായിരുന്നല്ലോ ഇസ്രായേലിനെതിരെ നിന്നവർ. അപ്പം അവർ ഇസ്രായേലിനെതിരെ നിന്നത് നിമിത്തം ദൈവം അവരോട് ശക്തമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക. നിങ്ങൾ ജാതികളുടെ നിന്നയെ വഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ തീക്ഷ്ണത ഓടും എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം ഇസ്രായേലിൻ്റെ മേൽ കരുണ കാണിക്കുക, സഹതാപം കാണിക്കുക. കാരണം ഇത്രമാത്രം ചുറ്റുപാടുമുള്ള ദേശങ്ങൾ, രാജ്യങ്ങൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ഇസ്രായേലിനെ പിടിച്ചുകൊണ്ട് പോകുവാനെല്ലാം അവരും പ്രവർത്തിച്ചു. എഹെസ്കേലിൻ്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നോ അന്ന് നിലവിലുണ്ടായിരുന്ന അത് സത്യമായിരുന്നു. അതുപോലെ തന്നെയല്ലേ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അപ്രകാരമുള്ളൊരു മനോഭാവം ഇസ്രായേലിൻ്റെ ചുറ്റിനുമുള്ളവർക്ക്, ഇസ്രായേലിനോട് ആ ശത്രുത, ആ ദേഷ്യം ഇസ്രായേൽ ഇല്ലാതാകണമെന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ആ അരുളപ്പാട് അന്ന് എന്തായിരുന്നോ പറഞ്ഞത്, അത് ഇന്നും ആ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ശത്രുജനത്തിന് ബാധകമാണ്. 7-8 വാക്യങ്ങൾ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി തങ്ങളുടെ ലജ്ജ വഹിക്കും. ദൈവം സത്യം ചെയ്ത് പറയുകയാണ്, ദൈവം ഇസ്രായേലിനെ വിടുവിക്കും. അപ്പോൾ തന്നെ ഇസ്രായേലിനെ നാണം കെടുത്തണം എന്നും പറഞ്ഞ് പ്രവർത്തിച്ച രാജ്യങ്ങൾ, ദേശങ്ങൾ, ദേശനിവാസികൾ, അവർ തന്നെ ആ നാണക്കേടിൻ്റെ കീഴിൽ വരും. പിന്നെ ഇസ്രായേൽ പർവ്വതങ്ങളെ, എൻ്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കുക കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്യുക. അപ്പോൾ തന്നെ ദൈവം വേറൊരു കാര്യം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്, ഇസ്രായേലിൻ്റെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കും. വലിയൊരു എക്കോളജിക്കൽ ആൻഡ് അഗ്രികൾച്ചറൽ റിന്യൂവൽ ഇസ്രായേലിൻ്റെ ദേശത്തിലേക്ക് വരും. അതായത് പരിസ്ഥിതി സംബന്ധിച്ചും കൃഷി സംബന്ധിച്ചും വലിയ ഒരു റിന്യൂവൽ ഇസ്രായേലിൽ നടക്കും. ഇസ്രായേലി ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സും റിപ്പോർട്ട്സും പറയുന്നതനുസരിച്ച് ഇസ്രായേലിൻ്റെ ദേശത്തിൻ്റെ 20% ദേശം മാത്രമേ കൃഷിക്ക് ശരിക്കും കൊള്ളത്തുള്ളൂ. പ്രത്യേകിച്ച് 1948 ഇന്നത്തെ ഇസ്രായേൽ വീണ്ടും ആ ദേശത്ത് ഉണ്ടായതിന് ശേഷമുള്ള കണക്കാണ്. എന്നാൽ പോലും കൃഷിക്ക് വേണ്ടിയുള്ള ദേശത്തിൻ്റെ 3 ഇരട്ടിയായി അവർ ആ ദേശത്തെ വർദ്ധിപ്പിച്ചു. പ്രൊഡക്ഷൻ, ആ രാജ്യത്തിൻ്റെ കൃഷി സംബന്ധിച്ചുള്ള പ്രൊഡക്ഷൻ 16 ഇരട്ടിയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഉള്ളിലെ ഭക്ഷണ റിക്വയർമെൻറ്റിൻ്റെ 95% ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വലിയ ഒരു അഗ്രികൾച്ചറൽ എക്സ്പോർട്ട് ഇൻഡസ്ട്രിയും ഇസ്രായേലിനുണ്ട്. നമുക്ക് പോലും ഇവിടെയെല്ലാം ഇസ്രായേലിൽ നിന്നുള്ള ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വരുന്നില്ലേ? ഇതിൻ്റെ എല്ലാം പറയുന്നതിൻ്റെ സാരം ഇസ്രായേലിൻ്റെ മിടുക്കുകൊണ്ടാണോ? അല്ല, ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പിന്നെ 9-10 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും, നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ദൈവം വ്യക്തമായി തന്നെ വാഗ്ദത്തം ചെയ്യുകയാണ്, ദൈവം എന്നും, അത് അന്നും ഇന്നും എന്നും ഇസ്രായേലിൻ്റെ ഒപ്പമുണ്ട്. ദൈവം ആ ദേശത്തെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയാണ്. അവിടെ കൃഷിയും വിതയും നടക്കും. അത് ദൈവം പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ, അതാണ് ഇതിനകത്തു നിന്നുള്ളൊരു സന്ദേശം, നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം എന്തെല്ലാമാണോ ഫലവത്തല്ലാതായിരിക്കുന്നത്, എന്തെല്ലാമാണോ മരിച്ചിരിക്കുന്നത്, അതിനെ ഫലഭൂയിഷ്ടമാക്കാനും അതിനെ ജീവങ്കലേക്ക് കൊണ്ടുവരാനും ദൈവം ശക്തനും വിശ്വസ്തനുമാണ്. പിന്നെ 11-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. ഇപ്രകാരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദേശത്തിലേക്ക് കൂടുതൽ ജനം ഒഴുകിയെത്തും. അത് ബർത്ത് ആൻഡ് ഇമിഗ്രേഷൻ എങ്ങനെയായാലും, അത് ജനനം കൊണ്ടാണെങ്കിലും മറ്റ് ദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ മക്കൾ ഇമിഗ്രേറ്റ് ചെയ്ത് ഇസ്രായേലിലേക്ക് വരുന്നതായാലും ജനം വർദ്ധിക്കും. അവിടുത്തെ നഗരങ്ങളിൽ അധികം ജനം പാർക്കും. നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ദൈവം പറയാണ്, ദൈവം ഇസ്രായേലിനെ മടക്കിക്കൊണ്ടിരുമെന്ന് മാത്രമല്ല, മുമ്പുണ്ടായിരുന്നതിനെക്കാട്ടിലും നന്മയിലേക്ക് ഇസ്രായേലിനെ ദൈവം നടത്തും. പിന്നെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ, ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ കാണും, പറയും, ഇസ്രായേൽ എന്ന ദേശം അനുഗ്രഹിക്കപ്പെടുകയാണെന്ന്. 12-13, എൻ്റെ ജനമായ ഇസ്രായേലിനെ തന്നെ. ദൈവം ഇസ്രായേലിനെ വിളിക്കുന്നത് തന്നെ എബ്രായ ഭാഷയിൽ അമ്മി, അതായത് മൈ പീപ്പിൾ, എൻ്റെ ജനം. ദൈവത്തിന് ഇസ്രായേലുമായി ഒരു പ്രത്യേക ഉടമ്പടിയുണ്ട്. തൻ്റെ പ്രത്യേക ജനം,
പഴയ ഉടമ്പടി പ്രകാരമുള്ള ആ പ്രത്യേക ജനം, ദ ചോസൺ പീപ്പിൾ ഓഫ് ഗോഡ് ആസ് പെർ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്, അത് ഇന്നും അവർക്ക് വേണ്ടി ഒരു ദൈവിക പദ്ധതി ഉണ്ട്. അതിനെപ്പറ്റി മറ്റ് ചില സന്ദേശങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവരോടുള്ള വാഗ്ദത്തം, എങ്ങനെയാണ് സഭ, ഇതുമായിട്ടൊക്കെയുള്ള ആ ഒരു ഇൻ്റർ കണക്ഷൻ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സന്ദേശങ്ങളിലെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 14-15 വാക്യങ്ങളിൽ, നീ ഇനിമേൽ മനുഷ്യരെ തിന്നുകളയില്ല, നിന്റെ ജനത്തെ മക്കളില്ലാത്തവരാക്കുകയുമില്ല. ദൈവം ഇസ്രയേലിൻ്റെ ദേശത്തെ രൂപാന്തരപ്പെടുത്തുകയും അങ്ങനെ ഒരു വാഗ്ദത്തം കൊടുക്കുകയും ആ ദേശത്തിലേക്ക് സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യും. അപ്രകാരമുള്ളൊരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് വളരെ വ്യക്തമായി ഇസ്രയേലിൻ്റെ ദേശത്ത് എടുത്തു കാണപ്പെടും. ഞാൻ ഇനി നിന്നെ ജാതികളുടെ നിന്ന കേൾപ്പിക്കുകയില്ല, വംശങ്ങളുടെ അപമാനം നീ ഇനി വഹിക്കുകയില്ല. ഇസ്രയേലിൻ്റെ സ്റ്റാറ്റസ് മറ്റ് രാജ്യങ്ങളുടെ മുമ്പാകെ ദൈവം അങ്ങ് ഉയർത്തും. അങ്ങനെ അവർക്ക് വലിയൊരു സുരക്ഷ ദൈവം തന്നെ കൊടുക്കും. മറ്റ് രാജ്യങ്ങൾ കുറേ തവണ ആലോചിക്കേണ്ടി വരും ഇസ്രയേൽ എന്ന ദേശത്തെ തൊടണോ വേണ്ടയോ എന്ന്. അതല്ലേ പ്രിയമുള്ളവരെ, 1948 മുതൽ തന്നെ നോക്കിയാൽ പല സമയങ്ങളിലായി ദൈവം ഇസ്രയേലിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനിയാണ് 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ആ റിന്യൂവൽ ഓഫ് ഇസ്രയേലിനെ മടക്കിക്കൊണ്ടിരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അനുസരണക്കേട് കാണിച്ച ഇസ്രയേലിൻ്റെ മേൽ ഉണ്ടായ ദൈവിക ന്യായവിധിയെപ്പറ്റി പറയുന്നത്. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ദേശത്ത് പാർത്തിരുന്നപ്പോൾ അവർ അതിനെ തങ്ങളുടെ നടപ്പുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും മലിനമാക്കി. ദൈവം പറയുന്നത്, ഇസ്രായേൽ മക്കൾ ദൈവത്തിനെതിരെ അനുസരണക്കേട് കാണിച്ചത് നിമിത്തമാണ് ആ ദേശത്തിൻ്റെ മേൽ ആ ശാപം വന്നത്. അവർ ദേശത്ത് ചൊരിഞ്ഞ രക്തം നിമിത്തവും അതിനെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് മലിനമാക്കിയത് നിമിത്തവും ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ പകർന്നു. ദൈവം ഇസ്രായേൽ മക്കളോട് ദേഷ്യത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ മക്കൾ കാണിച്ച ആ കൊലകൾ, ജുഡീഷ്യൽ വയലൻസ്, അതായത് കോടതി സെറ്റപ്പിലൊക്കെ കാണിച്ച ആ കറപ്ഷനും വയലൻസും, ഈവൻ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അർപ്പിച്ച അവരുടെ ശിശുക്കളെ യാഗമായി അർപ്പിച്ചതും എല്ലാം നിമിത്തം ദൈവം അവരോട് ഭയങ്കര ദേഷ്യമായിട്ടുള്ള രീതിയിൽ ഇരിക്കുക എന്നാണ് യെഹെസ്കേൽ പ്രവചനത്തിലൂടെ ദൈവം പറയുന്നത്. ഇതേ കാര്യം തന്നെ യെഹെസ്കേൽ 16:36 23-37 ഒക്കെ നാം കാണുന്നു. പിന്നെ അവർ ദേശങ്ങളിൽ ചിതറിപ്പോയി, ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. അപ്പോൾ ഇസ്രയേൽ എന്ന രാഷ്ട്രം ഉണ്ടാകുന്ന സമയത്തിന് ചരിത്രത്തിൽ ഏറ്റവും ആദ്യം തന്നെ സർവശക്തനായ യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, അവർ അനുസരണക്കേട് കാണിച്ചാൽ, അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞാൽ ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയക്കും, ദൈവം അവരെ ശിക്ഷിക്കും, ന്യായം വിധിക്കും. ദൈവം അവരുടെ പ്രവർത്തികൾ നിമിത്തം, അവരുടെ ദുർനടപ്പ് നിമിത്തമാണ് ദൈവം അവരെ ന്യായം വിധിച്ചത്. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന് തൻ്റെ നാമത്തെ ഓർത്തുള്ള ആ കൺസേൺ, ആ വിചാരം, അവർ എൻ്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കി. എങ്കിലും ഇസ്രായേൽ ഗൃഹം ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ അശുദ്ധമാക്കിയ എൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നി. ഇസ്രായേൽ മക്കൾ, യഹൂദജനം, അവരുടെ ദേശത്തിൽ നിന്ന് പ്രവാസത്തിലേക്ക് പോയപ്പോൾ ആ ചെന്ന സ്ഥലങ്ങളിൽ അവർ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയില്ല. അതിനു പകരം അവരെന്താ ചെയ്തത്? അവർ വിഗ്രഹാരാധന കോപ്പിയടിച്ചു. മറ്റ് ജാതികളുടെ വിഗ്രഹങ്ങളെ അവർ അവരുടെ ദൈവമായിട്ട് എണ്ണി കോപ്പിയടിച്ചു, വിഗ്രഹാരാധന നടത്തി. അങ്ങനെ ജാതീക സ്ത്രീകളെ കല്യാണം കഴിച്ചു. കൂടുതൽ വിഗ്രഹാരാധനയിലേക്ക് അവർ പോയി. പിന്നെ ദൈവം തൻ്റെ വിശുദ്ധ നാമത്തെക്കുറിച്ച് എനിക്ക് അയ്യോഭാവം തോന്നിയെന്ന് പറയുന്നതിൻ്റെ കാര്യം, ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറയുന്നതിൻ്റെ വാഗ്ദത്തം, അത് ഇസ്രയേലിൻ്റെ മിടുക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിമിത്തമല്ല. ദൈവത്തിൻ്റെ നാമം നിമിത്തം മാത്രമാണ് ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടിരുന്നത്. ഇസ്രയേൽ എന്ന ആ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവനാമം മറ്റുള്ള ജാതികളുടെ മുമ്പാകെ ദൈവനാമത്തെ നാണം കെടുത്തി. എന്നിട്ടും ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, ദൈവം തൻ്റെ നാമം നിമിത്തം, തൻ്റെ നാമത്തെ ഉയർത്തേണ്ടതിന് മാത്രം ദൈവം ഇപ്രകാരം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതായത് ഇസ്രയേലിനെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. 22-ാമത്തെ വാക്യം, അതുകൊണ്ട് നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നിമിത്തമല്ല, നിങ്ങൾ ചെന്ന് ചേർന്ന ജാതികളുടെ ഇടയിൽ നിങ്ങൾ അശുദ്ധമാക്കിയിരിക്കുന്ന എൻ്റെ വിശുദ്ധ നാമം നിമിത്തം അത്രേ ഞാൻ അങ്ങനെ ചെയ്യുന്നത്.
കണ്ടോ, ദൈവത്തിൻ്റെ നാമത്തെ സകല നാമങ്ങളുടെ മുകളിൽ ഉയർത്തേണ്ടതിന് വേണ്ടി മാത്രമാണ് ദൈവം അപ്രകാരം ചെയ്യുന്നത്. ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങളിൽ വിശുദ്ധീകരിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. ഇസ്രായേൽ ജനത്തെ മടക്കിക്കൊണ്ടിരിക്കുകയും ഇസ്രായേലിൻ്റെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ മറ്റ് ചുറ്റുപാടുമുള്ളവർക്ക് ഒരു കാര്യം മനസ്സിലാവും: യഹോവ എന്ന ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നു, ഇസ്രായേലിൻ്റെ കൂടെയുണ്ട്. മറ്റ് ജാതികൾ അറിയും ഞാൻ എന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാട്. അതിൻ്റെ അർത്ഥം മറ്റ് ജാതികൾ, ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും അങ്ങ് ദൈവത്തോട് ചേർന്നു, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി എന്നല്ല. ഇൻ്റലക്ച്വൽ അസെൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സാൽവിഫിക് ഫെയ്ത്ത്. യഹോവയാണ് സത്യദൈവമെന്നുള്ള അറിവും ആ യഹോവയിൽ ആശ്രയിക്കുന്നതും ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുന്നതും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതും ഇത് രണ്ടും രണ്ടാം. നെബൂഖദ്നേസറിനും അറിവുണ്ടായി ദൈവം മാത്രമാണ്, യഹോവയ ദൈവം മാത്രമാണ് ദൈവമെന്ന്. പക്ഷേ അവൻ ആ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിവും വിശ്വാസവും ഇത് രണ്ടും രണ്ടാം. നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, വിശ്വസിക്കുക കൂടെ വേണം. ജീവിതം ദൈവത്തിനായി സമർപ്പിക്കണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ വഴിക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. അപ്പോഴാണ് നാം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരുന്നത്. പിന്നെ 24-ാമത്തെ വാക്യം, ചിതറിക്കപ്പെട്ട ഇസ്രായേൽ മക്കളെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. യെഹെസ്കേൽ പ്രവാചകൻ ഈ പ്രവചനം കൊടുക്കുമ്പോൾ അന്ന് ആ സമയത്ത് ഇസ്രായേൽ പാഴും ശൂന്യവുമായി കിടക്കുക. ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് കൊണ്ടുവരിക, ബാബിലോണിലേക്ക് കൊണ്ടുവരിക. പക്ഷെ ദൈവം പറയാണ് അവരെ ദൈവം മടക്കിക്കൊണ്ടുവരും. ദൈവം ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മടക്കിക്കൊണ്ടുവരുമെന്ന് മാത്രമല്ല ഉദ്ദേശിച്ചത്, അതിൻ്റെ ഫുള്ളർ സ്കോപ്പ്, അതിൻ്റെ ആ ലോങ് റേഞ്ച് ഫുൾഫിൽമെൻറ്റ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. വലിയ ഒരു മടങ്ങിവരവ് ഇസ്രായേലിലേക്ക്. അതല്ലേ ആലിയ എന്ന എബ്രായ പദം. ഇന്നും ആലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ചിതറിക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ, യഹൂദജനം, ഇസ്രായേൽ എന്ന അവരുടെ ആ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങി വരുന്നത്. അത്രമാത്രം ലോങ് റേഞ്ച് ആയിരുന്നു ഈ പ്രവചനത്തിൻ്റെ സ്കോപ്പ്. നിങ്ങളുടെ ദേശത്തിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരുമെന്ന് പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളുണ്ട് പറയുവാൻ. ദൈവം ഇസ്രായേലിനെ അവരുടെ ദേശത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. യെഹെസ്കേൽ 11:16-17 കണ്ടതുപോലെ തന്നെ ഇത് പോസ്റ്റ് എക്സൈൽ ഇസ്രായേൽ, പ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇസ്രായേലിനോടുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു വാഗ്ദത്തമാണ്. അവരെ കേന്ദ്രീകരിച്ചാണ് മുൻകൂട്ടി തന്നെ യെഹെസ്കേലിലൂടെ ദൈവം ഇത് പറയുന്നത്. ഇപ്രകാരം ഇസ്രായേലിനെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള ഒരു വാഗ്ദത്തം പുതിയ ഉടമ്പടിയുടെ, ദൈവം ഇസ്രായേലും ഇസ്രായേൽ മക്കളുമായി ചെയ്യുന്ന പുതിയ ഉടമ്പടിയുടെ ഒരു കോമൺ ഫീച്ചറാണ്. ആ പുതിയ ഉടമ്പടിയിലേക്ക് തന്നെയാണ് ജാതികളായിട്ടുള്ള മറ്റുള്ളവരെയും ദൈവം ക്ഷണിക്കുന്നത്. ഇത് നമ്മൾ ആവർത്തനം 30:1-6, യെരമ്യാവ് 23:3, യെരമ്യാവ് 32:37, യെഹെസ്കേൽ 11:16-17 വാക്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ബൈബിളിലുടനീളം ദൈവം തൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയെ ചില ഉടമ്പടികളിലൂടെയാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് എബ്രഹാമിക് കവനന്റ്, എബ്രഹാമിലൂടെ ദൈവം ചെയ്ത ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം എബ്രഹാമും എബ്രഹാമിൻ്റെ ഉടമ്പടി സന്തതികൾ, അതായത് എബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരുടെ സന്തതികൾക്ക് ഒരു ദേശവും ഒരു രാഷ്ട്രവും അങ്ങനെ സകല ജാതികളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹം എബ്രഹാമിലൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. അതാണ് ഉൽപ്പത്തി 12:1-3 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. പിന്നെ മൊസായിക് കവനന്റ്, അത് ഇസ്രായേൽ ജനത്തിന് നിയമവും, യാഗങ്ങൾ, ആലയം, അനുഗ്രഹം അല്ലെങ്കിൽ ശാപം തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം, ഇതെല്ലാം കൊടുത്തു. പുറപ്പാട് 19, ആവർത്തനം 28, അവിടെയാണ് നമ്മളത് കാണുന്നത്. പിന്നെ ഡേവിഡിക് കവനന്റ്, ദാവീദ് രാജാവുമായി ദൈവം ചെയ്ത ഉടമ്പടി. അതിലാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജത്വവും പെർഫെക്റ്റായിട്ടുള്ള ഒരു രാജാവും വാഗ്ദത്തം ചെയ്യപ്പെട്ട മശിഹായും, അതെല്ലാം ആ ഉടമ്പടിയിലാണ്. 2 ശമൂവേൽ 7 നമ്മളത് കാണുന്നത്. പിന്നെ ഉള്ളതാണ് ന്യൂ കവനന്റ്, പുതിയ ഉടമ്പടി. അതിലാണ് ദൈവം ഈ മുൻ പറഞ്ഞ എല്ലാ ഉടമ്പടികളുടെയും പൂർത്തീകരണം, പെർഫെക്ഷൻ വരുന്നത്. പല പഴയ നിയമ വേദഭാഗങ്ങളിൽ ഈ പുതിയ ഉടമ്പടിയെ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 30:1-6,
യെരമ്യാവ് 23 1 മുതൽ 8, യെരമ്യാവ് 31 31 മുതൽ 34, 32 37 മുതൽ 41, യെഹെസ്കേൽ 11 16 മുതൽ 20, 36 16 മുതൽ 28, 37 11 മുതൽ 14, 21 മുതൽ 28 ഈ വാക്യങ്ങളിലെല്ലാം നമ്മളത് കാണുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവന്നപ്പെട്ട ഒരു ഇസ്രയേലും അതും രൂപാന്തരം സംഭവിച്ച ഒരു ഇസ്രയേലിനെയും കാണുന്നു. കാരണം ആ ഇസ്രയേലിന് ദൈവവുമായി യഥാർത്ഥ ഒരു ആത്മീക ബന്ധം, അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇസ്രയേൽ മടങ്ങി വന്നതായിട്ടാണ് കാണുന്നത്. അതും മശിഹയുടെ റൂൾ, മശിഹ വാഴുന്നതും എല്ലാം കാണുന്നു. അതിൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള ആ നിവൃത്തീകരണം ആ യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തായിരിക്കും സംഭവിക്കുന്നത്. എങ്ങനെയാണ് ആ 1000 ആണ്ട് വാഴ്ച, ആ ഉടമ്പടികളുടെ എല്ലാം നിവൃത്തീകരണമാകുന്നതെന്നുള്ളതെല്ലാം മറ്റൊരു സന്ദേശത്തിൽ ഞാൻ ഇതിനു മുമ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ മലിനീകരിക്കപ്പെട്ട ഇസ്രയേലിനെ ശുദ്ധീകരിക്കും എന്നുള്ള വാഗ്ദത്തം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ആ പുതിയ ഉടമ്പടിയിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് ഇസ്രയേൽ ജനത്തെ ആത്മീകമായിട്ട് ശുദ്ധീകരിക്കും. അത് യേശുവിൻ്റെ മരണമടക്ക പുനരുത്ഥാനം അപ്പോൾ തന്നെ അത് തുടങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആയി. അതായത് ഇസ്രയേൽ ഇപ്പോൾ മടങ്ങി വരുന്നത്, ഇസ്രയേലിൻ്റെ റീഗ്യാദറിങ് നോക്കിയാൽ ഫിസിക്കലാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു കൂട്ടം ജനം അവരുടെ ദേശത്തിലേക്ക് മടങ്ങി വരുന്നു, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സ്പിരിച്വൽ റീഗ്യാദറിങ്, ആത്മീകമായി അവർ ദൈവത്തിങ്കിലേക്ക് ഒരു രാഷ്ട്രമായി ഉള്ള മടങ്ങിവരവ് ഇനിയും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു സംഭവമാണ്. ആ പുതിയ ഉടമ്പടിയിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തി നിമിത്തം, യേശുവിൻ്റെ ക്രൂശിൻ്റെ പ്രവൃത്തി നിമിത്തം ആ ദൈവജനം ചെയ്ത, ഇസ്രായേൽ ജനം ചെയ്ത പാപവും ആ കറപ്ഷനും എല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെടും. ഇത് പഴയ നിയമത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ആ യാഗങ്ങൾ, ഇംപെർഫെക്റ്റായിട്ടുള്ള, പെർഫെക്റ്റ് അല്ലാത്ത യാഗങ്ങളെ കൊണ്ട് സാധിക്കില്ല. പ്രത്യുത ആ ഒരു ശുദ്ധീകരണം സാധിക്കുന്നത് ക്രൂശിന്മേൽ യേശു ചെയ്ത ഫിനിഷ്ഡ് വർക്ക്, ആ പൂർത്തീകരിക്കപ്പെട്ട പെർഫെക്റ്റായിട്ടുള്ള ആ ക്രൂശ് മരണത്തിലുള്ള ആ യേശുവിൻ്റെ പ്രവൃത്തിയിലൂടെ മാത്രമാണ് പാപത്തിൻ്റെ ആ പൂർണ്ണ സത്യമായിട്ടുള്ള ശുദ്ധീകരണം സംഭവിക്കുന്നത്. 26-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതാണ് പുതിയ ഉടമ്പടി പ്രകാരമുള്ള ആ ആത്മീക രൂപാന്തരം. ഇപ്രകാരമുള്ള ഒരു ആത്മീക രൂപാന്തരത്തെക്കുറിച്ചാണ്, അതായത് ആ പുതിയ ഉടമ്പടിയിൽ ലഭിക്കുന്ന ആത്മീക രൂപാന്തരത്തെക്കുറിച്ച് യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ജനിക്കണം, ബോൺ അഗെയിൻ ആകുക എന്ന കാര്യം പറയുമ്പോൾ യേശു ഉദ്ദേശിച്ചിരുന്നു. പൗലോസ് ഇത് തൊട്ടാണ് സംസാരിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിലാകുന്നവർ ഒരു പുതിയ സൃഷ്ടിയാകുന്നെന്ന് പറയുന്നതും ഇതേ കാര്യമാണ്. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പുതിയ ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്യുന്നത് ഒരു പുതിയ നേച്ചറാണ്. ആ പുതിയ ഉടമ്പടിയിൽ പുരുഷന്മാരും സ്ത്രീകളും സകലരും ഒരു പുതുമയിൽ സൃഷ്ടിക്കപ്പെടും. അവരുടെ ആ ന്യൂ നേച്ചർ യേശുവിനുള്ള അതേ ഒരു നേച്ചർ തന്നെയായിരിക്കും. എഫേസ്യർ 4:21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. ഇപ്രകാരമുള്ള ഒരു രൂപാന്തരം ആയിരക്കണക്കിന് ജൂയിഷ് ക്രിസ്ത്യൻസ്, അതായത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർ, യേശുവിനെ അവർ മശിഹായെ അംഗീകരിച്ച ആയിരക്കണക്കിന് യഹൂദന്മാരുടെ ജീവിതത്തിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, അതിൻ്റെ ആ ഫുൾഫിൽമെൻറ്റ്, പൂർണ്ണമായിട്ടുള്ള ആ പൂർത്തീകരണം, ഇസ്രയേൽ ഒരു രാഷ്ട്രമായി സകലരും ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് മഹോദ്രവ കാലഘട്ടത്തിൻ്റെ സമയത്തിലാണ്. അതാണ് നമ്മൾ സെക്കരിയാവിൻ്റെ പുസ്തകം 12:10 നമ്മൾ കാണുന്നത്. 27-28 വാക്യങ്ങളിൽ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പുതിയ ഉടമ്പടിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. പുതിയ ഉടമ്പടിയുടെ കീഴിൽ പരിശുദ്ധാത്മാവ് സകല ദൈവ പൈതലിനെയും, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ വസിക്കുന്നു. റോമർ 8:9 വാക്യം. അതോടൊപ്പം ആ പരിശുദ്ധാത്മാവ്, ദൈവമാകുന്ന പരിശുദ്ധാത്മാവ് ഏതൊരു ദൈവ പൈതലിൻ്റെ ഉള്ളിലും ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കുമെന്നും ദൈവം വാഗ്ദത്തം ചെയ്യുന്നു.
അപ്പോസ്തലപ്രവൃത്തികൾ 1:5-8 വാക്യങ്ങളിൽ. അങ്ങനെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ആത്മീക പ്രവൃത്തി നിമിത്തം, ആ ഉള്ളത്തിൽ ചെയ്യുന്ന ആത്മീക രൂപാന്തര നിമിത്തം ക്രിസ്തുവിൽ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. അങ്ങനെ ആ ദൈവ പൈതൽ ദൈവ നിയമത്തെ ദൈവ സ്നേഹത്തിൽ നിന്നുകൊണ്ട് അനുസരിക്കും. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലാണ് ദൈവം ആ ദേശത്തെയും കൃഷിയെയും ഒക്കെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം നൽകുകയാണ്. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദർ ഈ വാഗ്ദത്ത ദേശത്തിൽ തിരിച്ചു വന്ന് പാർക്കും. ദൈവം പറയുന്ന ആ ബന്ധം കണ്ടോ? ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവും എന്ന് വെച്ചാൽ ദൈവവും ഇസ്രയേലും തമ്മിൽ ഒരു റിസ്റ്റോർഡ് റിലേഷൻഷിപ്പ്, ഒരു യഥാർത്ഥ ബന്ധം, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് ദൈവം കൊണ്ടുവരും. ഇതേ ആശയം തന്നെയാണ് യെരമ്യാവ് 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പൂർത്തീകരണം വരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്താണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പൂർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത്. ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രയേൽ പല പാപങ്ങൾ നിമിത്തം മലിനീകരിക്കപ്പെട്ടുവെങ്കിലും ദൈവം മെശിയയാകുന്ന യേശുവിൻ്റെ യാഗത്തിലൂടെ ആ പുതിയ ഉടമ്പടി പ്രകാരം ഇസ്രയേലിൻ്റെ എന്ന ജനത്തെ ശുദ്ധീകരിക്കുമെന്ന് ദൈവം പറയുകയാണ്. ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും നിലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. ദൈവം ഇസ്രയേൽ ദേശത്തിൻ്റെ മേൽ ഒരു അഗ്രികൾച്ചറൽ അബണ്ടൻസ്, കൃഷി സംബന്ധിച്ചുള്ളൊരു സമൃദ്ധി ദൈവം അയക്കും. എസ്കേൽ 36:6 മുതൽ 12 വരെയാണ് അതെല്ലാം കാണുന്നത്. പിന്നെ 31-32 വാക്യങ്ങളിൽ ഇപ്രകാരം ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ആ ഒരു കാര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഇസ്രയേലിൻ്റെ പ്രതികരണം എന്താ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവർത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. കണ്ടോ, ആ ഇസ്രയേൽ മക്കൾ നേരത്തെ ചെയ്ത പാപങ്ങളും അകൃത്യവും നിമിത്തം ദൈവത്തോട് കാണിച്ച ആ അനുസരണക്കേടിനെയെല്ലാം ഓർത്ത് അവർക്ക് അപ്പോൾ അവരോട് തന്നെ വെറുപ്പ് തോന്നും. നിങ്ങളുടെ നിമിത്തമല്ല ഞാനിത് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു. ഇപ്രകാരം ദൈവം അവരുടെ മേൽ കൃപയും കരുണയും ഒക്കെ ചൊരിയുന്നതും അവരെ മടക്കിക്കൊണ്ടിരുന്നതും അവരുടെ കഴിവോ അവരുടെ മിടുക്കോ കൊണ്ടല്ല, പ്രത്യുത ദൈവനാമം മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തപ്പെടണം. ദൈവത്തിൻ്റെ ആ നാമം, പരിശുദ്ധ നാമം സകലരുടെ മുമ്പാകെയും ഉയർത്തപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളെയെല്ലാം അനുഗ്രഹപ്രദമാക്കുമെന്നുള്ള വാഗ്ദത്തം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഞാൻ ആളെ പാർപ്പിക്കും, ശൂന്യസ്ഥലങ്ങളെയും പണിയും. വീണ്ടും നമ്മൾ കാണുന്നത് ആ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളിലെ ഒരു കീ കമ്പോണൻ്റാണ് ഇസ്രയേൽ ജനം അവരുടെ ദേശത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നതും ഇസ്രയേലിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടുന്നതും. തരിശായിട്ട് കിടക്കുന്ന സ്ഥലം വീണ്ടും കൃഷിയും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ദേശമായി മാറും. 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർന്നുവല്ലോ എന്നവർ പറയും. ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവന്ന് കഴിയുമ്പോൾ, ആ ദേശത്തെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ ഏദൻ തോട്ടം പോലെ അനുഗ്രഹിക്കപ്പെട്ട വെജിറ്റേഷൻ അവിടെ ഉണ്ടാകും. തകർന്നു കിടക്കുന്ന നഗരങ്ങളെല്ലാം തന്നെ വീണ്ടും പണിയപ്പെടുകയും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവർ ആ പട്ടണങ്ങളിൽ താമസിച്ച് നിറയുകയും ചെയ്യും. 36-ാമത്തെ വാക്യം, ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതല വച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. ദൈവം ഇസ്രയേലിലും ആ പുതിയ ഉടമ്പടി പ്രകാരം ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്നതും ചുറ്റിനുമുള്ള മറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയൊരു പവർഫുൾ ടെസ്റ്റിമണിയാവും. ആ പുതിയ ഉടമ്പടിയുടെ ആ പ്രവൃത്തി, അതിലൂടെ യഹോവയുടെ ആ മഹത്വം സകലരും അറിയും. ദൈവം വാഗ്ദത്തം ചെയ്യുകയാണ്, ഇത് ഞാനാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാം. 37-38 വാക്യങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇസ്രയേലിനെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള വാഗ്ദത്തം.
യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഇവിടെ പറയുന്നതിൻ്റെ സാരം, തിരിച്ച് ദൈവം കൊണ്ടുവരുന്ന ആ ജാതി, ആ ഇസ്രായേൽ, ദൈവവുമായിട്ട് ആ പുതിയ ഉടമ്പടിയിലൂടെ ഒരു യഥാർത്ഥ ബന്ധത്തിലേക്ക് മടങ്ങി വരും. എബ്രായർ 4:16 തന്നെ പറയുന്നത്, പുതിയ ഉടമ്പടിയിൽ, ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയിൽ വരുന്ന ഏതൊരു ദൈവ പൈതലിനും കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലുവാൻ, ഏത് സമയത്തും കയറി ചെല്ലുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൻ്റെ ഒരു സമ്മറി നാം നോക്കുകയാണെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ഏതൊരു ദൈവ പൈതലും, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന ഏതൊരു ദൈവ പൈതലിനും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ദൈവം മടക്കിക്കൊണ്ടുവരുന്ന ദൈവമാണ്. പിന്നെ ഇസ്രയേലിൻ്റെ റീഗ്യാദറിങ്, ഇസ്രയേൽ എന്ന ആ ജാതി മടങ്ങി വരുന്നത് ഇപ്പോൾ നാം കാണുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ള, അക്ഷരാർത്ഥത്തിൽ ഒരു ജാതി മടങ്ങി വരുന്നു. പക്ഷേ യഥാർത്ഥമായും അവർ ദൈവത്തിങ്കിലേക്ക് ഒരു സ്പിരിച്വൽ റീഗ്യാദറിങ്, ആത്മീകമായി ദൈവത്തിങ്കിലേക്ക് ഒരു ജാതിയായി തിരിയുന്നത് ഇനിയും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു കാര്യമാണ്. ദൈവം ഇസ്രയേലിനെ മടക്കിക്കൊണ്ടിരുന്നത് ഇസ്രയേലിൻ്റെ നല്ല പ്രവൃത്തികളുടെ അടിസ്ഥാനം കൊണ്ടല്ല. പ്രത്യുത ദൈവനാമം സകലരുടെയും മുമ്പാകെ മഹത്വപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. സകലരും, അത് ഇസ്രയേലിൻ്റെ ചുറ്റുമുള്ള സകലരും, മറ്റ് ജാതികൾ തിരിച്ചറിയണം, സർവശക്തനായ യഹോവയായ ദൈവമാണ് ഇസ്രയേലിനെ മടക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് നാം കാണുന്നത് ആ പുതിയ ഉടമ്പടിയിലൂടെ, യേശുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയിലൂടെയുള്ള അനുഗ്രഹം ഇവിടെ നാം ഫോർഷാഡോഡായി കാണുന്നുണ്ട്, ഒരു നിഴലായി ഇവിടെ കാണുന്നുണ്ട്. ആ പുതിയ ഉടമ്പടിയെ യേശു കർത്താവാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അത് ക്രിസ്തുവിലായ ഏതൊരു ദൈവ പൈതലിനും ഇന്ന് അനുഭവിക്കുവാനായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ നാഷണൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ, ആ പുതിയ ഉടമ്പടിയിലെ ആ അനുഗ്രഹങ്ങൾ അത് പൂർണ്ണമായിട്ടും റിയലൈസ് ആകുന്നത്, അത് നിവൃത്തീകരിക്കപ്പെടുന്നത്, ഇസ്രായേലിന് അത് പൂർണ്ണമായിട്ടും ആപ്ലിക്കബിൾ ആകുന്ന, ഒരു രാഷ്ട്രമായി ആപ്ലിക്കബിൾ ആകുന്നത് യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്തായിരിക്കും. ഈ ഒരു സ്റ്റഡി നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. മിസ്സായി പോയിട്ടുള്ള എപ്പിസോഡ്സുകൾ നിങ്ങൾ ചേർന്ന് കാണുക. ഈ കാലഘട്ടത്തെ നാം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുക. സമയം അധികമില്ല. ഇസ്രായേലിനെ മടക്കിക്കൊണ്ടിരുന്നു, ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ദൈവം തൻ്റെ സഭയിലും ദൈവിക പദ്ധതികൾ നടപ്പാക്കുന്നു. നമുക്ക് ദൈവസഭയ്ക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടലൊക്കെ അടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കുക. പഠനങ്ങളിലൂടെയെല്ലാം ദൈവം നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ ട്രാൻസ്ഫോർമേറ്റീവ് വർക്ക്, രൂപാന്തരത്തിൻ്റെ ക്രിയ നമ്മുടെ ഉള്ളങ്ങളിൽ വീണ്ടും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.